നമസ്കാരം. പീപ്പിളിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കച്ചൂടിലേക്ക് വീണ്ടും സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി കേവലം 9 നാൾ മാത്രം അവശേഷിക്കെ ദേശീയ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും എത്തിച്ച് അവസാന റൗണ്ട് കൊഴുപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് LDFും UDFും ഒപ്പം BJPയും. കടുത്ത ചൂടിനെയും വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ് 20 മണ്ഡലങ്ങളിലും ഉയരുന്നത്. ആദ്യം നമുക്ക് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ പരിശോധിക്കാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 മുന്നണികളും വീറും വാശിയുമുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഇതിനകം 3 റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. മണ്ഡലത്തിൽ സമ്പത്തിന് പിന്നിലായി ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് മറ്റ് 2 മുന്നണികളും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. പ്രധാനമായും LDFിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും 3 റൗണ്ട് പര്യടനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രചരണ രംഗത്ത് ആദ്യം എത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസം പൊതുവിൽ സമ്പത്തിനും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കുമുണ്ട്. മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തത്രപ്പാടിലാണ് സമ്പത്ത്. 3 റൗണ്ട് പര്യടനം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഈ പര്യടനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം അവസാനിക്കുകയും ചെയ്യും. എന്തായാലും അദ്ദേഹം കടുത്ത ആത്മവിശ്വാസത്തിലാണ്. നല്ല അനുഭവമാണ്. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അവരെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിലേറെ അദ്ദേഹത്തിന്റെ മകൾ അശ്വതിയും അദ്ദേഹത്തോടൊപ്പം പ്രചരണ രംഗത്തുണ്ട്. ആദ്യമായിട്ട് കൗൺസിലറായി നിൽക്കുന്ന സമയത്ത് വളരെ ചെറുതായിരുന്നു. ആ സമയത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ 2-3 ദിവസമായിട്ട് കൂടെയുണ്ട്. UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് ഇന്ന് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം ഉണ്ടായിരുന്നത്. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചത്. മുൻ DCC അധ്യക്ഷനും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ അഡ്വക്കേറ്റ് കരകുളം കൃഷ്ണപിള്ള രാവിലെ ആ പ്രചരണം ഉദ്ഘാടനം ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തെ പറ്റി പറയുകയാണെങ്കിൽ അവർ പ്രധാനമായും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ആചാര സംരക്ഷണമാണ് പ്രധാനമായും അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ട. അത് ഉന്നയിച്ചുകൊണ്ടാണ് അവർ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ചും അയ്യന്റെ ആചാരം തകർത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ പരിതപനമായിക്കൊണ്ട് അവിടെ ക്ഷേത്രവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് ആചാരാനുഷ്ഠാനത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞാൽ തൂക്കിലേക്കുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നതെങ്കിൽ ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ആറ്റിങ്ങലിൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി നിലനിർത്താൻ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും കഴിയുന്നുണ്ട് എന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത. LDF ഉന്നയിച്ച ശക്തമായ ഒരു ആരോപണമാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2 മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ രഹസ്യധാരണയിൽ എത്തി എന്നതാണ് ആ വാർത്ത. LDF തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാറും സെക്രട്ടറി GR അനിലുമാണ് ഗുരുതരമായ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. LDFും UDFും തമ്മിലുള്ള മത്സരം LDFും BJPയും തമ്മിലാവുകയാണെന്നും അവർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. BJPയും UDFും തമ്മിലുള്ള ധാരണയെ തുടർന്നാണ് ശശി തരൂർ KPCC അധ്യക്ഷനും ഹൈക്കമാൻഡിനും പരാതി നൽകിയതെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. 2 മുൻ മന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ BJP കോൺഗ്രസ് ഒരു രഹസ്യധാരണ ഇന്ന് വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ശശി തരൂർ സ്ഥാനാർത്ഥിക്ക് തന്നെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 3ാമത് സ്ഥാനത്തേക്ക് പടിപടിയായിട്ട് വരികയാണ് UDF എന്ന ഒരു സ്ഥിതിയാണ് ഒടുവിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലായിരുന്നു. ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത് LDFും BJPയും തമ്മിലായിട്ട് മത്സരം മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതാണ് വസ്തുത. BJPയുടെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഒരു മുഖംമൂടിയാണ് ഈ കർമ്മസമിതി. പരാതി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇന്നലെ ഒരു പരാതി കൊടുത്തു, അവരുടെ മറ്റ് പ്രചാരവേലകൾ. ഇത് വച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. പരാതി വാശിയേറിയ പോരാട്ടം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം വിതറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അടൂരിലെത്തി. വർഗീയതയുടെ ഓരം ചേർന്ന് മതനിരപേക്ഷത സംരക്ഷിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കോൺഗ്രസ് വർഗീയതയുമായി ചേർന്ന് നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ കോൺഗ്രസിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് പിന്തുണയുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിലെത്തിയത്. പത്തനംതിട്ട അടൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വർഗീയതയുടെ ഓരം ചേർന്നാണ് കോൺഗ്രസും BJPയും മുന്നോട്ട് പോകുന്നതെന്നും ഇരുവർക്കും ഒരേ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതേസമയത്ത് ശബരിമലയുടെ സംരക്ഷണം തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ശബരിമല രാജ്യത്തിന്റെയും നാടിന്റെയും പൊതുസ്വത്താണ്. എല്ലാ മതസ്ഥർക്കും എത്തിച്ചേരാനുള്ള ഒരു തീർത്ഥാടനാലയമാണ് ഇത്. ഇതിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനായിരുന്നു സംഘപരിവാറിന്റെ അജണ്ട. അതാണ് തകർന്നടിഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശബരിമലയില് കാണിക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയവരാരായിരുന്നു? ശബരിമലയിൽ വരുന്ന ഭക്തരെ ശാരീരികമായി തടയാൻ, ആക്രമിക്കാൻ സന്നദ്ധരായവർ ആരായിരുന്നു? സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ആരായിരുന്നു? എല്ലാം സംഘപരിവാറുകാരായിരുന്നു. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? ആ ഘട്ടത്തിൽ ശബരിമല ഉത്സവം സമാധാനപരമായി നടക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ അതിനെ അലങ്കോലപ്പെടുത്തണം. എന്നാൽ മറ്റേത് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വന്ന തീർത്ഥാടകർക്കെല്ലാം ശരിയായ രീതിയിൽ ദർശനം നടത്താനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും ഈ കഴിഞ്ഞ തവണ സാധിച്ചു എന്നല്ലേ നമ്മുടെ അനുഭവം. വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കളടക്കം എത്തിച്ചേരുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ചൂടേറും. മധ്യ കേരളത്തിലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. പ്രചരണ പരിപാടികളിൽ ഓരോ സ്ഥാനാർത്ഥികളും തങ്ങളുടെ എതിരാളികളെക്കാൾ മുന്നിലെത്താനുള്ള ശ്രമവും. ചാലക്കുടി മണ്ഡലത്തിൽ ഇന്നസെന്റ് ഇന്ന് തുറന്ന വാഹനത്തിലായിരുന്നു പ്രചരണം നടത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകരൊരുക്കിയത്. കാണാം KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അങ്കമാലി നിയോജക മണ്ഡലത്തിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ ഇന്നത്തെ പര്യടനം. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടിടവഴികളിലൂടെ അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഓരോ കേന്ദ്രത്തിലും വലിയ സ്വീകരണമാണ് ഇന്നസെന്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ പൂക്കൾ നൽകിയും പടക്കം പൊട്ടിച്ചുമാണ് ഇടത് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഒരു നടൻ എന്നതിലുപരി തങ്ങളുടെ പ്രിയപ്പെട്ട MP എന്ന രീതിയിലാണ് വോട്ടർമാർ ഇന്നസെന്റിന് സ്നേഹവായ്പകൾ നൽകുന്നത്. അവരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ കുറഞ്ഞ വാക്കുകളിൽ തനിക്ക് വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയും ഇന്നസെന്റ് നടത്തുകയുണ്ടായി. അവിടെ പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ആളുകളുടെ മുന്നിൽ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 1750 കോടി രൂപ ചാലക്കുടി മണ്ഡലത്തിന്റെ വികസനത്തിനായി നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിശ്രമത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി UDF MLA-മാരാണ് വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി ചെല്ലുന്നത്. അവരുടെ MLA-മാരുടെ നേതൃത്വത്തിലുള്ള വോട്ടഭ്യർത്ഥന തുടരുകയാണ്. അടുത്ത ദിവസം തന്നെ ബെന്നി ബെഹനാനും മണ്ഡലത്തിൽ സജീവമായി തിരിച്ചെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയും ദിവസം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കുറവ് നികത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് ബെന്നി ബെഹനാനും. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും മണ്ഡല പര്യടനം തുടരുകയാണ്. AN രാധാകൃഷ്ണൻ ഇന്ന് പ്രധാനമായും ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാവേലിക്കര മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റേം ഗോപകുമാറിന്റെ പ്രചരണ പരിപാടികളിൽ ഇന്ന് ആവേശമായത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. വിവിധ ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രിയും പ്രവർത്തകരിൽ ആവേശമായെത്തി. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് ഇന്ന് മുഖ്യമന്ത്രി എത്തിയത്. മാവേലിക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റേം ഗോപകുമാറിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി കുട്ടനാട്ടിലെ എടത്വായിലായിരുന്നു.
വളരെ ആവേശകരമായിട്ടുള്ളൊരു സ്വീകരണമാണ് കുട്ടനാട്ടിലെ ജനങ്ങൾ മുഖ്യമന്ത്രി വന്നപ്പോൾ നൽകിയത്. കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് കുട്ടനാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് കൂടുതൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നാശനഷ്ടം സംഭവിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനുമൊക്കെ തന്നെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മുഖ്യമന്ത്രിക്ക് വളരെ ആവേശകരമായ സ്വീകരണമാണ് കുട്ടനാട്ടിൽ കാണാൻ സാധിച്ചത്. ചിറ്റയം ഗോപകുമാറിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പ്രചരണ രംഗത്ത് നിന്ന് പ്രധാനമായിട്ടും ആലപ്പുഴയിൽ ഇറങ്ങിയത്. ആലപ്പുഴയിൽ എടത്വായ്ക്ക് ശേഷം കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ അടൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ചിറ്റയം ഗോപകുമാറിന് വേണ്ടിയിട്ട് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ന് കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. അദ്ദേഹത്തിന് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDFിൻ്റെ നേതാക്കളും ഇന്ന് മാവേലിക്കര മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സജീവമാണ്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ UDFിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ സജീവമാവും. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരും. ഇത്തരത്തിൽ വളരെ ആവേശകരമായിട്ടുള്ളൊരു പ്രചരണമാണ് ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് വോട്ട് പൂർണ്ണമായിട്ടും തങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇപ്പോൾ വോട്ടർമാർ വെച്ച് പുലർത്തുന്നത്. അത്തരത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രചരണമാണ് ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ വോട്ട് എങ്ങനെ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ അതോടൊപ്പം തന്നെ സംഘാടകരും ഒക്കെ തന്നെ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചുള്ള പ്രവർത്തനമാണ് വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കൂടുതലായിട്ട് കാണാൻ സാധ്യത. കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിലെത്തിയത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മറ്റു മുന്നണികളിലെ നേതാക്കൾ ഇന്ന് വീണ്ടും ഇടുക്കിയിലെത്തിയിരിക്കുകയാണ്. കാണാം ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഇനി കൃത്യം 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും മുന്നേറുന്നു. പ്രമുഖരുടെ സാന്നിധ്യമാണ്, ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യമാണ് ഓരോ മണ്ഡലങ്ങളിലും ഉള്ളത്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടത് സ്ഥാനത്തായിട്ടുള്ള അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് വേണ്ടിക്കൊണ്ട് പ്രമുഖരുടെ നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പ്രമുഖരുടെ സാന്നിധ്യമാണ് ഉള്ളത്. 16-ാം തീയതി കട്ടപ്പനയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കൺവെൻഷൻ നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ്. തൊട്ടടുത്ത് 17-ാം തീയതി തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. ഇങ്ങനെ വലിയൊരു നിര തന്നെയാണ് ഓരോ ദിവസങ്ങളും മണ്ഡലങ്ങളിലേക്ക് ഇടുക്കിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് ഇടത് ക്യാമ്പ് മുന്നേറുന്നത്. ഇന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് തൊടുപുഴ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. നാളെ അദ്ദേഹം ദേവികുളം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക. UDFിന്റെ ക്യാമ്പും സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് അദ്ദേഹം മൂവാറ്റുപുഴ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. നാളെ അദ്ദേഹം കോതമംഗലം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക. ഡീൻ കുര്യാക്കോസിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മണ്ഡലത്തിലെത്തിയത്. വരും ദിവസങ്ങളിലും പ്രമുഖരുടെ സാന്നിധ്യമുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയവരാണ് വരും ദിവസങ്ങളിൽ ഡീൻ കുര്യാക്കോസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മണ്ഡലത്തിലെത്തുന്നത്. NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഇന്നലെയും ഇന്നും ഇടുക്കി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. BDJSന്റെ പ്രതിനിധിയാണ് ബിജു കൃഷ്ണൻ. കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ ലഭിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ കൂടി അവർക്കെതിരെ നിലനിന്നിരുന്നു. വോട്ട് UDFന് NDAയുടെ വോട്ട് UDFന് മറിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആക്ഷേപങ്ങൾക്കെല്ലാം തന്നെ ഒരു മറുപടി നൽകണമെങ്കിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണനും മുന്നേറുന്നത്. വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആവേശത്തിലാക്കി കോഴിക്കോട് മണ്ഡലത്തിൽ ഇന്ന് VS അച്യുതാനന്ദൻ എത്തി. LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറും UDF സ്ഥാനാർത്ഥി MK രാഘവനും NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവും സജീവമായ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ചേരുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതിനാൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായ പര്യടനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിലുള്ളത്. A പ്രദീപ് കുമാറിന് വേണ്ടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന് വേണ്ടി സംസാരിക്കാനും പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി ഇന്ന് VS അച്യുതാനന്ദൻ കോഴിക്കോട് എത്തുകയുണ്ടായി. VS അച്യുതാനന്ദൻ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. RSS ശബ്ദത്തിലാണ് പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. RSS ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നോക്കിയ ശീലമാണ്
മാത്രമാണ് RSSനുള്ളത്. സൈനികരോട് സ്നേഹം എന്നാണ് മോദി പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ സൈനികർ മരിച്ചതും മോദി ഭരണത്തിന് കീഴിൽ തന്നെയാണ് എന്ന് VS അച്യുതാനന്ദൻ പറയുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് പട്ടാളക്കാരോട് വലിയ സ്നേഹമാണ്. പക്ഷേ മോദി അധികാരത്തിൽ വന്ന ശേഷമുള്ള വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ സൈനികർ അതിർത്തികളിൽ മരിച്ചു വീണു. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ പോലും കൈയിട്ടു വാരുകയാണ്. അധ്വാനിക്കുന്ന ജനതയുടെ കൂടെയാണ് ഇടതുപക്ഷമുള്ളത്. ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും എക്കാലവും പരിഗണിക്കുന്നതും ഇടതുപക്ഷം തന്നെയാണ്. ജനകീയ MLA എന്നാണ് VS അച്യുതാനന്ദൻ പ്രദീപ് കുമാറിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രദീപ് കുമാറിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ തന്റെ വാക്കുകൾ ചുരുക്കിയത്. എന്തായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളും ഇപ്പോൾ മണ്ഡലത്തിൽ ഏറെ സജീവമാണ്. വേനൽ ചൂടിനെ വകവയ്ക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് അണികളും അതുപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത മണ്ണിൽ PK ശ്രീമതി ടീച്ചർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ന് ലഭിച്ചത്. പാറപ്രം ഉൾപ്പെടുന്ന ധർമ്മടം മണ്ഡലത്തിലായിരുന്നു ഇന്ന് PK ശ്രീമതി ടീച്ചറുടെ പര്യടനം. UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഇന്ന് കണ്ണൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങി. NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ ഇരിക്കൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി M സന്തോഷ് ചേരുന്നു. മൂന്നാം ഘട്ട പൊതുപര്യടനവും പൂർത്തീകരിച്ച് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ പ്രചരണത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത പാറപ്രവും പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയും ഉൾപ്പെടുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിലൂടെയായിരുന്നു ഇന്ന് PK ശ്രീമതി ടീച്ചറുടെ പര്യടനം. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയും ധർമ്മടം നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട 27 കേന്ദ്രങ്ങളിലാണ് ഇന്ന് PK ശ്രീമതി ടീച്ചർക്ക് സ്വീകരണം നൽകിയത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഈ സ്വീകരണ പരിപാടികളെല്ലാം തന്നെയും നടന്നത്. ആവേശത്തോടുകൂടിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇരമ്പുന്ന ഈ ഒരു ധർമ്മടത്തിന്റെ മണ്ണിൽ ആവേശകരമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് PK ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചിട്ടുള്ളത്. 3 ഘട്ടങ്ങളും പൊതുപര്യടനം 3 ഘട്ടങ്ങളിലായി PK ശ്രീമതി ടീച്ചർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ 3 ഘട്ട പ്രചരണവും പൂർത്തീകരിക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ വലിയ വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. മഹാനായ AKG ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവ്, അതുപോലെ ഏത് രംഗത്തും സമര പോരാട്ടത്തിൻ്റെ രംഗത്ത് ഒരു ഐതിഹാസികമായ ഒരു വലിയ വീര്യം കാണിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ചാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു ഗ്രാമം മാത്രമല്ലല്ലോ, കണ്ണൂർ മൊത്തം AKGയുടെ അല്ലെങ്കിൽ കേരളം മുഴുവൻ AKGയുടെ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാൽ ഈ മണ്ണ് എന്ന് പറയുമ്പോൾ AKGയുടെ മണ്ണ് ജന്മനാട് എന്ന് പറയാം. ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം നിയോജക മണ്ഡലം. അപ്പോൾ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി K സുധാകരനും NDA സ്ഥാനാർത്ഥി CK പത്മനാഭനും പ്രചരണത്തിൽ LDFന് ഒപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. LDFനൊപ്പം തന്നെ പ്രചരണത്തിൽ എത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇരു മുന്നണികളും. ഇന്ന് UDF സ്ഥാനാർത്ഥി K സുധാകരൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലുമാണ് പ്രചരണം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ശ്രീമതി ടീച്ചർ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ 3 ഘട്ടവും പൊതുപര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് ഈ പ്രചരണത്തിന്റെ 3 ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള മേധാവിത്വം തന്നെയാണ് നേടിയിട്ടുള്ളത്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശകരമായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം വലിയ ആത്മവിശ്വാസം തന്നെയാണ് LDFന് സമ്മാനിച്ചിട്ടുള്ളത്. പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും നിലവിൽ ബൂത്ത് തല പര്യടനത്തിനാണ് ഉള്ളത്. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷ് അട്ടപ്പാടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പര്യടനത്തിന് ഇറങ്ങിയത്. UDF സ്ഥാനാർത്ഥി മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചും പര്യടനത്തിന് ഇറങ്ങി. അതേസമയം NDA സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പര്യടനത്തിന് ഇറങ്ങിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നു.
പ്രചാരണം അവസാന ലാപ്പിലാണ്. ഈ അവസാന ലാപ്പിൽ പരമാവധി മുന്നേറ്റം നടത്താനുള്ള ശ്രമത്തിലാണ് പാലക്കാട്ട് 3 മുന്നണികളും. 3 മുന്നണി സ്ഥാനാർത്ഥികളും നിലവിൽ ബൂത്ത് തല പര്യടനത്തിലാണ് ഉള്ളത്. അട്ടപ്പാടിയിലാണ് MP രാജേഷ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്ന് ബൂത്ത് തല പര്യടനം നടത്തിയത്. അട്ടപ്പാടിയിൽ രാവിലെ മുതൽ ആരംഭിച്ച പര്യടനം നിരവധി ഊരുകളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരമാണ് രാത്രിയോടുകൂടിയാണ് സമാപിച്ചത്. ഇന്ന് രാവിലെ കണ്ടിയൂരിൽ നിന്നുമായിരുന്നു പ്രചാരണം ആരംഭിച്ചത്. അവസാനം രാത്രിയോടുകൂടി താവളത്താണ് ഈ സ്വീകരണ പരിപാടി സമാപിച്ചത്. അട്ടപ്പാടിയിൽ 3ാം ഘട്ട പര്യടനമാണ് MP രാജേഷ് നടത്തുന്നത്. ഇതോടുകൂടി അട്ടപ്പാടിയിലെ ബൂത്ത് തല പര്യടനം അവസാനിച്ചു. ഇത്രയും ദിവസങ്ങൾക്കിടെ അട്ടപ്പാടിയിലെ പരമാവധി ഊരുകളിലെത്തി നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി വിവിധ മേഖലകളിൽ തിരഞ്ഞെടുപ്പ് റാലികൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികൾ കൂടുതൽ ഊർജ്ജസ്വലമായി നടത്തിക്കൊണ്ട് പരമാവധി മുന്നേറ്റം നടത്താനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കളും സംസ്ഥാന മന്ത്രിമാരുമടക്കം നിരവധി പേർ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനുണ്ട്. അതേസമയം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഇന്ന് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. മണ്ണാർക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ കർക്കിടാങ്കുന്ന് നിന്ന് ആരംഭിച്ച് വൈകുന്നേരം തടിയമ്പറമ്പിലാണ് VK ശ്രീകണ്ഠന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സമാപിച്ചത്. വളരെ സജീവമായി പ്രചാരണ രംഗത്ത് മുന്നേറാനുള്ള ശ്രമമാണ് VK ശ്രീകണ്ഠൻ നടത്തുന്നത്. നേതാക്കന്മാരുടെ ഇടപെടൽ ഇല്ലായ്മ മൂലവും അതോടൊപ്പം തന്നെ പ്രവർത്തകർ സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാത്തത് മൂലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് VK ശ്രീകണ്ഠൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ C കൃഷ്ണകുമാറിന്റെ പര്യടനം ഇന്ന് പാലക്കാടും അതോടൊപ്പം തന്നെ മലമ്പുഴ മണ്ഡലത്തിലുമായിരുന്നു. ഇന്ന് ഉച്ചവരെ മാത്രമായിരുന്നു C കൃഷ്ണകുമാറിന് പര്യടനം ഉണ്ടായിരുന്നത്. മരുത റോഡ് അതോടൊപ്പം തന്നെ കുടുംബ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി, ചെറിയ റോഡ് ഷോയും നടത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം NDAക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് റാലി നടന്നിരുന്നു. തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് റാലി വലിയ വിജയം കണ്ടില്ല. കാരണം രാജ്നാഥ് സിംഗ് എത്തിയിട്ടും ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു നേതാവ് എത്തിയിട്ട് പോലും വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം. ഇത് പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നം വരും ദിവസങ്ങളിൽ ഉണ്ടാക്കിയേക്കും. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ഉള്ളത്. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം.